ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോളിൽ കുറച്ച് പേരെങ്കിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോബ്ലം ആയിരിക്കും. ഈ ഫുട്ബോൾ മാച്ച് കളിച്ചിട്ട് ജയിക്കുന്നില്ല. ഓക്കെ, ഡിവിഷൻ മാച്ച് ആയാലും സാധാ മാച്ച് ആയാലും കളിച്ചിട്ട് നിങ്ങൾ ജയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത് നിങ്ങൾ ചെയ്യുന്ന 3 മിസ്റ്റേക്കുകളെ പറ്റിയാണ്. ഈ ഫുട്ബോളിൽ നിങ്ങൾ മാച്ചിൽ ചെയ്യുന്ന 3 മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന 3 കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോ. വെൽക്കം ബാക്ക് ടു ഉസൂബ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയാൻ പോണത് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന 3 മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന 3 മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഈ വീഡിയോ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ അറിയാം, സ്റ്റാമിന കുറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ചത്തു, നോടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ മാച്ചും ഭയങ്കര ലോ ആയിട്ടായിരിക്കും പെർഫോം ചെയ്യണത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫോർമേഷൻ സെറ്റാക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോർമേഷൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം പ്ലേയും ബാധിക്കും. അപ്പോൾ ചിലവരുടെ വിചാരമാണ് എപ്പോഴും ഫോർമേഷൻ മാറ്റി കഴിഞ്ഞാൽ പിടിപിടി നിന്ന് കളി ജയിക്കാമല്ലോ. അത് മണ്ടത്തരാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾ റാങ്ക് പുഷ് ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്തിട്ട് ആ ഒറ്റ ഫോർമേഷനിൽ പോവുക. ഓക്കെ, അപ്പോൾ തേർഡ് വണ്ണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പ്രഷർ അല്ലെങ്കിൽ മാച്ചപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ലാത്തത്. ഓക്കെ, അപ്പോൾ ആരോരും ഇപ്പോഴും ഫുൾ പ്രഷറാക്കിയിട്ടാണ് പിടിച്ച് നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫുൾ മാച്ചപ്പ് ഇട്ട് കളി. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. നേരെ നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ കാര്യമാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താത്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ തോറ്റുകൊണ്ടിരിക്കുക. ഇപ്പോൾ 1-0 നിങ്ങളിപ്പോൾ മാച്ച് ഉള്ളതെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു 60 to 70 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ 2 CBകളെ നിങ്ങൾ സബ് ആക്കിയിരിക്കണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കിയിരിക്കണം. കാരണം നിങ്ങൾക്കിപ്പോൾ CBക്ക് ഭയങ്കര സ്റ്റാമിന ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ 2 CBകളെ അല്ലെങ്കിൽ 1 CB എങ്കിലും നിങ്ങൾ സബ് ചെയ്ത് മാറ്റിയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സബിൽ ഒരു 2 CB എന്തായാലും വേണം. ഓക്കെ, നിങ്ങളിപ്പോൾ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ കോമ്പാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനിലും ഒരു ബിൽഡപ്പും ഒരു ഡിസ്ട്രോയർ എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 60 to 70 മിനിറ്റിനുള്ളിൽ ഈ 2 CBകളും അല്ലെങ്കിൽ 1 CB എങ്കിലും നിങ്ങൾ സബ് ചെയ്ത് മാറ്റിയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗെയിം പ്ലേയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റി തന്നെയാണ്, വേറെ അല്ല, നമ്മുടെ യൂസ് സൂപ്പർ സബ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റാർട്ടിങ് ലെവലിൽ ഒരു സൂപ്പർ സബ് ഉണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ടിങ് ലെവലിൽ ഇടാണ്ട് സബിൽ കയറ്റി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ആ സൂപ്പർ സബിനെ ഇറക്കി കളിക്കുക. കാരണം നിങ്ങളിപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സൂപ്പർ സബ് നിങ്ങളെ എന്തായാലും നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ജയിക്കാൻ വേണ്ടി നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യും ആ സൂപ്പർ സബ് സ്കില്ല് ഉള്ളത് കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്ക്വാഡിൽ സൂപ്പർ സബ് ഉണ്ടെങ്കിൽ അതൊന്ന് സബ്ബായിട്ട് വയ്ക്കുക. ചുമ്മാ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കി കളിപ്പിക്കണം. അതിപ്പോൾ നല്ല പ്ലെയർ ആണെങ്കിലും. ഞാനിപ്പോൾ എൻ്റെ സ്കോളിൽ സബ്ബായിട്ട് ഇറക്കി നക്കാട്ടയാണ്. നക്കാട്ട ഒരു സൂപ്പർ സബ്ബാണ്. അപ്പോൾ നക്കാട്ട ഞാൻ സെക്കൻഡ് ഹാഫ് ഇറക്കി വിടും. അപ്പോൾ നക്കാട്ട സൂപ്പർ സബ് ആയതുകൊണ്ടും സെക്കൻഡ് ഹാഫ് ആയതുകൊണ്ടും നല്ലോണം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റോ. ഓക്കെ, അതാണ് നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്. വേറെ നല്ല സൂപ്പർ സബ് അല്ല, സബ്സ്റ്റിറ്റ്യൂഷനിൽ കറക്റ്റായിട്ട് മാറ്റം വരുത്താം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് CBകളെയും പിന്നെ സൂപ്പർ സബുകളെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി ഗെയിം പ്ലേയും ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെക്കൻഡ് വൺ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു ഫോർമേഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മാറ്റാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഏത് പ്ലേയിങ് സ്റ്റൈലോ, നിങ്ങളിപ്പോൾ വിങ്ങിക്കൂടെ കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു വിങ് ഫോർമേഷൻ സെലക്ട് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് മിഡ് അറ്റാക്ക് ചെയ്യുന്ന ഇഷ്ടപ്പെടാൻ ആണെങ്കിൽ മിഡ് ഫോർമേഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മിഡാണ്. ഓക്കെ, അതുകൊണ്ട് ഞാനൊരു മിഡ് ഫോർമേഷൻ സെലക്ട് ചെയ്ത് അതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ മാറ്റാറില്ല. കാരണം ഞാൻ ഇപ്പോൾ റാങ്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഡിവിഷൻ 2-ലെത്തി. അപ്പോൾ നിങ്ങളൊരു റാങ്ക് പുഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫോർമേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റാതിരിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ഫോർമേഷൻ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റും മാറും, നിങ്ങളെ ഒരു ഐഡിയ ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർമേഷൻ യൂസ് ചെയ്ത് ആ ഫോർമേഷനിൽ നിങ്ങൾ കളിച്ച് പഠിച്ച് നിങ്ങളുടെ പ്ലേയേഴ്സ് എങ്ങനെയാണ് ആ ഫോർമേഷനിൽ മൂവ്മെൻറ്റ് ചെയ്യണത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം പ്ലേ ഒരു 75% ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് വരുത്തുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ലോണം ഒരു പ്രോ പ്ലെയറോ
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ നമ്മൾ ഫോർമേഷൻ. അടുത്തതെന്ന് പറയാൻ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പ്രഷർ ഓർ മാച്ചപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രഷർ അനാവശ്യമായിട്ട് യൂസ് ചെയ്താലും മാച്ചപ്പ് അനാവശ്യമായിട്ട് യൂസ് ചെയ്താലും രണ്ടും വിഷയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രഷർ ഉപയോഗിക്കുക, അത്യാവശ്യമുള്ളപ്പോഴും മാച്ചപ്പ് ഉപയോഗിക്കാം. മോസ്റ്റ് ഓഫ് ഓൾ മാച്ചപ്പും കുറച്ച് പ്രഷർ ഉപയോഗിക്കുകയാണെങ്കിലാണ് നിങ്ങളുടെ ഗെയിമിൽ ഒരു പ്രോ ലെവലെത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ മാച്ചപ്പ് പ്ലസ് പ്രഷറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പണ്ടാണെങ്കിൽ ഫുൾ പ്രഷറായിരുന്നു, നമുക്കറിയില്ലല്ലോ. ഓക്കെ, ഇപ്പം ഗെയിം പ്ലേ കുറച്ചുകൂടി റാങ്കിലോട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ പ്രഷർ പ്ലസ് മാച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം മാച്ചപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മാച്ചപ്പിൽ പിടിച്ച് നിൽക്കരുത്. കാരണം മാച്ചപ്പിൽ എപ്പോൾ നിന്നാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, ആവശ്യമുള്ള സമയത്ത് പ്രഷറും ആവശ്യമുള്ള സമയത്ത് മാച്ചപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഗെയിം പ്ലേ കുറച്ചുകൂടി ഹൈ ആവും. ഓക്കെ, കുറച്ചുകൂടി ഹൈ പെർഫോമൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഷർ മാച്ചപ്പ് ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രഷർ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക, മാച്ചപ്പ് ഒരു 80%, പ്രഷർ ഒരു 20% അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിം പ്ലേ കുറച്ചുകൂടി ഇമ്പ്രൂവും, നിങ്ങളൊരു പ്രോ ലെവലിലേക്ക് എത്തുന്നതായിരിക്കും. കാരണം പ്രഷർ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് പാട്ടപ്പെട്ടാലും പൊട്ടും, അത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാച്ചപ്പ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ പൊട്ടും. ഓക്കെ, മാച്ചപ്പ് കുറച്ചും കൂടി ഒരു ഹൈ ലെവൽ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരു മിനിമം ലെവൽ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഓക്കെ, അതാണ് ഈ 3 മിസ്റ്റേക്ക് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആയി, യാതൊരു സംശയമില്ല. പിന്നെ കുറച്ച് ഗെയിം പ്ലേയിൽ കുറച്ചുകൂടി സ്കില്ലൊക്കെ പഠിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രോ പ്ലെയർ ആയി. അപ്പോൾ ഈ 3 കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു മാച്ചിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് എഫക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, യൂസ്ഫുൾ ആയെന്നോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ.